എല്ലാവർക്കും ഡൈനോസ്റ്റോസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ കുറച്ചധികം സമയമല്ല, മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുണ്ട് ഡൈനോസ്റ്റോസ് റെസിപ്പി ചാനലില് ഞാൻ കുക്കറി ഇട്ടിട്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രോത്സാഹനവും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അമ്പലത്തിൽ ഉണ്ടാക്കുന്ന തിക്കായിട്ടുള്ള കട്ട പായസം ഇല്ലേ, ശർക്കര പായസമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചോയ്സ് റെസിപ്പി ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇന്ന് ഉണക്കലരി പായസമാണ് ഉണ്ടാക്കുന്നത്. അതായത് അമ്പലത്തിൽ നമ്മള് കിട്ടില്ലേ പായസം, അത് വീട്ടിൽ എത്ര പെട്ടെന്ന് റെഡിയാക്കാന്നാണ് കാണിക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ. ഇത് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കപ്പില് ഉണക്കലരി ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും തേങ്ങ, പിന്നെ അതിനാവശ്യമായ അണ്ടിപ്പരിപ്പ്, ഇത് ഏലക്കായ, ഇത് കിസ്മിസ്, ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പിന്നെ ശർക്കര പാവ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇനി കാണിക്കാം ഞാൻ നിങ്ങൾക്ക് അടുത്തത്. ഇവിടെ ഞാൻ കുക്കറിൽ ഈ ഉണക്കലരി ഞാൻ വേവിച്ച് ചെറിയൊരു കുക്കർ എടുത്ത് വേവിച്ച് വെച്ചു. കാരണം എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഈ കുക്കറിൽ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ പ്രഷർ പോയിട്ട് നമുക്കത് ഒരു ഉരുളിയിലേക്ക് ആക്കി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ പ്രഷർ പോയിട്ടോ കുക്കറിന്റെ. അപ്പൊ കുക്കർ തുറന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് വെന്ത് ഉണക്കലരി ഇരിക്കുന്നുണ്ട്. അത് ഞാനൊരു കണ്ടില്ലേ നിങ്ങള്, ചെറിയ ഉണക്കലരി ആട്ടോ. അപ്പൊ അത് ഞാൻ ഒരു ഉരുളിയിലേക്ക് ഇട്ടു. കാരണം ഇത് ആക്ച്വലി ഞാൻ ഇന്ന് ഉണ്ടാക്കണത് ഞാൻ ദേവി മഹാത്മ്യം വായിച്ച് തീരുന്ന ദിവസമാണെന്ന്. അപ്പോ നേദിക്കാൻ പൂജാ റൂമിലേക്ക് നേദിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണേ. അപ്പൊ ഇതൊന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചു. ഇപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചു. ഇപ്പൊ അരി നല്ലോണം വെന്ത അരിയാണ്. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ശർക്കര ഉണ്ടല്ലോ, ആ ശർക്കര ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് അരിച്ചു വെച്ചതാണ്. ഉരുക്കി കുറച്ച് തിക്കായിട്ട് എടുത്തു. ഇപ്പൊ തിക്കായി കുറച്ച് തിക്കിലൊഴിച്ചു. അതായത് ആ ഒരു കപ്പിന് തന്നെയാട്ടോ ശർക്കര എടുത്തത്. അപ്പൊ എന്നിട്ട് അത് ഉരുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് മധുരം പാകാവും. ഒരുപാട് മധുരമല്ല, ആവശ്യത്തിനുള്ള മധുരം. ഭയങ്കര മധുരം എടുത്തിട്ടില്ല. എന്നിട്ട് ഞാനിത് ഇത് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇപ്പം നമ്മൾ ഓൾറെഡി അരി വേവിച്ച് വെച്ച, അല്ലെങ്കിൽ ഇതിപ്പോ ഉരുളിയിലിട്ട് ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ കുറെ സമയം എടുക്കില്ല. ഇത് പെട്ടെന്ന് ഈ വെള്ളം വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് പായസം റെഡിയാവും. അപ്പോൾ ഞാൻ അതിന്റെ കൂടെ തന്നെ ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അണ്ടിപ്പരിപ്പും ഈ കിസ്മിസും ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇത് ഇവിടെ ഉരുളിയാവുമ്പോ അടി പിടിക്കില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ ഈ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് ഇതാക്കി എടുക്കണം. അത് ഞാൻ ശർക്കരയുടെ സ്പൂൺ എടുത്തേക്കണം കേട്ടോ. അതൊന്ന് നമ്മളൊന്ന് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പായസത്തിലിടാനുള്ള അണ്ടിപ്പരിപ്പാണ്, ഒരുപാടില്ല. അതിപ്പോ പായസക്കൂട്ടെന്ന് പറഞ്ഞ് കടയിൽ കിട്ടില്ല. അപ്പൊ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അണ്ടിപ്പരിപ്പും പിന്നെ അതുപോലെ തന്നെ കിസ്മിസും ഏലക്കായ ഒരെണ്ണ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതൊരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എടുത്ത് വെച്ച ഏലക്കായ പൊടിച്ചൊന്നും ഇടുമെങ്കിൽ ഈ പായസത്തിന്റെ ഈ ഉരുളിയിലേക്ക് ഇട്ടു. അത് അവിടെ കിടന്ന് അതിന്റെ ആ മണം അതിന് കിട്ടിക്കോളും അരിയിലേക്ക്. അപ്പൊ അതെ അണ്ടിപ്പരിപ്പ് ഇവിടെ ഒന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ശർക്കരയുടെ ഉരുക്കി വെച്ച ആ സ്പൂണാണ് എടുത്തത് കേട്ടോ. അതാണ് ചമ്മന്നിരിക്കണത്. ഇതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം ഇതിപ്പോ കണ്ടില്ലേ, ഇത് തിളച്ചിരിക്കുക. ഈ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. ഇച്ചിരി അരി കുക്കറിൽ വെച്ചപ്പോ കുറച്ച് വെള്ളം കൂടി. ഞാനൊരു 1.5 കപ്പ് ഒഴിച്ചു. അപ്പൊ അത്രയും വേണ്ട, ഒരു ഗ്ലാസ്സിന് ഒരു 1.25 കപ്പ് ഒഴിച്ചാൽ മതി കുക്കറിൽ. ഞങ്ങളുടെ കുറച്ച് വെള്ളം കൂടിയതാണ്. പിന്നെ ശർക്കരയുടെ വെള്ളം കൂടി ആവുമ്പോഴേ അതാണ് ഇങ്ങനെ ഇത്രയും. അല്ലെങ്കിൽ അത് വറുത്തു. പിന്നെ ഞാൻ ഇനി ചെയ്യണത് ഈ
അടുത്തത് ആ കിസ്മിസും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. അത് പെട്ടെന്നാവും. ഓക്കെ, അതും ആയി. അപ്പൊ ആ ഗ്യാസ് ഇത് ഓഫ് ചെയ്തു. പിന്നെ ഇവിടെ നമുക്ക് ആ ശർക്കര ഇതിലുള്ളത് കൊണ്ടാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ടേക്കണേ. ആ ശർക്കരയും കൂടി ഉരുക്കിയിട്ട് അതിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഇതിപ്പോ നേദിക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് നേദിക്കാൻ വെച്ചിട്ട് ഇത് പിന്നെ കഴിക്കുള്ളൂ എല്ലാവരും. ഇപ്പൊ ഇതുമായി കണ്ടില്ലേ, ഇതിപ്പോ ഞാനിപ്പോ ഓൾമോസ്റ്റ് വറ്റി. ഇപ്പൊ ഞാനിനി തേങ്ങ ഇടുകയാണ് കേട്ടോ. തേങ്ങ ഇടുമ്പോ തന്നെ ആ തേങ്ങയും കൂടി അതിൽ പിടിക്കും. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ശരിക്കും അമ്പലത്തിലെ പായസം എന്ന് പറയുമ്പോ തേങ്ങ ഇടും. പിന്നെ ഈ അണ്ടിപ്പരിപ്പ് ഇച്ചിരി മൂപ്പ് കൂടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതും കൂടി ഇട്ടു, അണ്ടിപ്പരിപ്പും മറ്റേ കിസ്മിസും ഇട്ടു. ഇപ്പൊ പായസം ഓൾമോസ്റ്റ് എല്ലായി. ഇനി ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് കണ്ടില്ലേ, ഇതിനി ഇരുന്ന് കുറുകും. അപ്പൊ എനിക്ക് ഇത് ഒന്നും കൂടി ആ തേങ്ങയിൽ ആ ഒരു ശർക്കരയുടെ കളർ പിടിക്കണ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇപ്പൊ സിമ്മിലാണ് കേട്ടോ വെച്ചേക്കണേ. എന്നിട്ട് ഒരു 2 സ്പൂണ് നെയ്പായസം ഇടണമല്ലോ. അപ്പൊ 2 സ്പൂൺ നെയ്യ്. ഓൾറെഡി കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്തെടുത്തത് നെയ്യിലാണ്. അങ്ങനെ അതും കൂടി ആവുമ്പോൾ ഇങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ഈ പ്രോസസ് ഒക്കെ ചെയ്യാം. കാരണം ഞാൻ എന്താ വെച്ചാൽ ഇത് എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കണോണ്ട് നിങ്ങൾക്ക് ഉരുളിയിൽ തന്നെ ഉണ്ടാക്കി കാണിക്കാനല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉരുളി എടുത്തത് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എന്റെ പൂജാ റൂമില് വെക്കുകയാണ്. അപ്പൊ എല്ലാവരും ഡൈനോസ്റ്റോസ് റെസിപ്പി 2ാമത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും മുമ്പത്തെ പോലെ തന്നെ പ്രോത്സാഹനം തരണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്കും അടിക്കണം കേട്ടോ. അപ്പൊ താങ്ക് യു.